ഇൻഷുറൻസ് കമ്പനിക്ക് പണം തിരിച്ചു കൊടുക്കുന്നതൊക്കെ ദയക്ക് ശബരിയുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യായിരുന്നു. പക്ഷെ അത് ക്ലിയർ ചെയ്യുന്നത് വരെ ഹസ്ബൻഡും വൈഫുമായി കഴിയാൻ പറ്റില്ലെന്ന് ശബരി പറഞ്ഞതാ ദയെ വേദനിപ്പിച്ചത്. ശബരി അതൊക്കെ പെട്ടെന്നുണ്ടായൊരു ഇമോഷന്റെ പുറത്ത് പറഞ്ഞു പോയതായിരിക്കുന്നാ എനിക്ക് തോന്നുന്നത്. ദയ തിരിച്ചു പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അത് പറഞ്ഞ് ക്ലിയർ ചെയ്യായിരുന്നു. എന്തായാലും ഇൻഷുറൻസ് ഓഫീസ് ഇവിടെയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനായാലും ദയക്ക് ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. അവക്ക് ഇവിടെയെങ്കിലും വന്ന് നിന്നാ മതിയായിരുന്നു. ദയ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. ആ സമയത്ത് തീരെ പ്രതീക്ഷിക്കാതെ അച്ഛൻ അവളെ കാണാൻ ചെന്നതല്ലേ. ആ സ്ഥിതിക്ക് അവക്ക് പിന്നെ അച്ഛന്റെ കൂടെ ഇറങ്ങാനല്ലേ പറ്റൂ. വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ശബരിയും ദയയും മാനസികമായി അകന്നത് കണ്ടപ്പോ അച്ഛനും അതൊരു ഷോക്കായി കാണും. അത് ആരെയും കാണാൻ നിൽക്കാതെ അച്ഛൻ അവളെയും കൊണ്ട് അപ്പൊ തന്നെ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചുപോയത്.